നാളാണ് ഇന്ന് അത്തം 10-ന് പൊന്നോണം. 10 നാൾ കഴിഞ്ഞാൽ പൊന്നോണമായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ദേശീയോത്സവം ഓണം ആഘോഷിക്കാൻ ഉള്ള തയ്യാറെടുപ്പിൻ്റെ വിളംബരം നടന്നു കഴിഞ്ഞു. തൃപ്പൂണിത്തുറ ചമയ ദിനാഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഘോഷയാത്ര ഔപചാരികമായി സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. എസ് വിജയകുമാർ നമുക്കൊപ്പം തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുകയാണ്. വിജയകുമാർ, മറ്റെന്ത് വിശേഷങ്ങൾ തൃപ്പൂണിത്തുറയിൽ? മഴ മാറി നിൽക്കുന്നുവെന്ന് ആശ്വാസകരമായ വാർത്തയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ മഴ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആശ്വാസമില്ല. വീണ്ടും മഴ ചാറി തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴക്കാറുമുണ്ട്. ഒരു കുറച്ച് വെയിൽ വന്നിട്ട് വീണ്ടും മഴക്കാറ് മൂടിക്കിടക്കുകയാണ്. ആകെ എപ്പോൾ വേണമെങ്കിലും മഴ കോരിച്ചൊരിയാമെന്ന നിലയിലാണ്. അപ്പോൾ ഒരുപക്ഷെ മഴ നനഞ്ഞായിരിക്കും ഇത്തവണത്തെ അത്തം ഘോഷയാത്ര ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുക എന്ന് വേണം കരുതാൻ. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഘോഷയാത്രയ്ക്ക് സജ്ജമായി അത്തം നഗർ നിൽക്കുന്നതാണ്. അതിൻ്റെ മുൻഭാഗം ഇതിനോടകം ഗ്രൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ട്. വിവിധ കലാരൂപങ്ങൾ, അതുപോലെ തന്നെ നിശ്ചല ദൃശ്യങ്ങൾ, താളമേളങ്ങൾ, നൃത്തരൂപങ്ങളൊക്കെ ഇതിന് തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ഗ്രൗണ്ട് നിറഞ്ഞ് ഈ ആളുകളൊക്കെ ഇപ്പോൾ നിൽക്കുകയാണ്. ഇത് ഗ്രൗണ്ടിലെ കാഴ്ചയാണ്. ഗ്രൗണ്ടിന് പുറത്ത് ഈ വഴിയുടെ ഇരുഭാഗത്തും ബാരിക്കേഡ് വെച്ച് തിരിച്ചിരിക്കുന്നിടത്തൊക്കെ ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും ഇത് ഘോഷയാത്ര കാണുന്നതിന് വേണ്ടി അവരൊക്കെ ഈ റോഡിന്റെ ഇരുഭാഗത്തുമായി നിൽക്കുകയാണ്. അതാവുമ്പോൾ മഴ പെയ്താലും ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കാമല്ലോ എന്നൊരു സൗകര്യം കൂടി ഉള്ളതുകൊണ്ട് പലരും അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ വീണ്ടും ഒരു ശല്യമായി ഈ അത്തം നഗറിലേക്ക് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഘോഷയാത്ര തുടങ്ങും. ചെണ്ടമേളമൊക്കെ മുറുകി താളത്തിൽ ഇപ്പോൾ ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ആ താളം മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആചാരപരമായ ഒരു യാത്രയപ്പ് എന്ന നിലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊച്ചി രാജാവിൻ്റെ തൃക്കാക്കര ക്ഷേത്ര ദർശനമാണ് ഇതിൻ്റെ ചരിത്രം. അപ്പോൾ അതിന് രാജാവിനെ അനുഗമിച്ചു എന്ന് പറയുന്ന ചെമ്പിലരയനും കരിങ്ങാച്ചിറ കത്തനാരും. അപ്പം ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ മതേതരത്വത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അപ്പോൾ ചെമ്പിലരയനും കരിങ്ങാച്ചിറ കത്തനാരും ഈ നാടിൻ്റെ പ്രതിനിധികൾ എന്ന നിലയിൽ അന്ന് ഈ രാജാവിനെ ക്ഷേത്ര ദർശന യാത്രയിൽ അനുഗമിച്ചിരുന്നു എന്നാണ് പറയുന്നത്, എന്നാണ് ചരിത്രം. അതുകൊണ്ട് ഈ ചെമ്പിലരേന്റെയും കരിങ്ങാച്ചിറ കത്തനാരുടെയും ഒക്കെ പിന്മുറക്കാർ, അവരുടെ ഇപ്പോഴത്തെ ഭാഗമായവരൊക്കെ ഈ ഘോഷയാത്രയിൽ അണിചേരുമ്പോഴാണ് അത് പുറത്തേക്ക് പോകുന്നത്. നമ്മൾ വേദിയിൽ അവരെ കണ്ടതാണ്. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ഘോഷയാത്ര, അത്തച്ചമയ ഘോഷയാത്ര ഇതാ ഈ നഗരത്തിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അതിൻ്റെ മുൻഭാഗം, ആ ഘോഷയാത്രയുടെ മുൻഭാഗം ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ്. അവിടെ ഇരുഭാഗത്തുമായി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ ഘോഷയാത്ര ഈ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് നേരെ പോകുന്നത് ഈ സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ട വഴി ക്ഷേത്രത്തിന് സമീപത്ത് ലായം ഗ്രൗണ്ടിന്റെ ഭാഗത്തുകൂടി ചുറ്റി വീണ്ടും കിഴക്കേക്കോട്ട വഴി ഈ ബോയ്സ് ഹൈസ്കൂളിലേക്ക് തന്നെ എത്തും. അതാണ് ഇതിന്റെ യാത്രാ വഴി. ഏതാണ്ട് ഒരു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ് ഈ ഘോഷയാത്ര. അത്തം പതാക ഈ ഗ്രൗണ്ടിൽ ഉയർത്തിയതോടെയാണ് ഈ ഘോഷയാത്ര ഔദ്യോഗികമായി തുടങ്ങിയത്. ഓണത്തിന്റെ നിറം കൂടിയാണ്, വസന്തത്തിന്റെ ഒരു നിറം കൂടിയാണ്. ഈ വസന്താഘോഷമാണല്ലോ ഓണം നമ്മളെ സംബന്ധിച്ച്. അതിന്റെ നിറം കൂടിയാണ് പീത നിറമുള്ള ഈ അത്തം പതാക. അത് ഈ ഘോഷയാത്ര പുറപ്പെടുന്ന അത്തം നഗറിൽ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഉയർത്തിയതോടെയാണ് ആ ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. ആ ഘോഷയാത്ര ഇപ്പോൾ നഗരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അതിന്റെ മുൻഭാഗം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ എവിടൊക്കെ അണിനിരക്കണം എന്നതിന് ഒരു തീരുമാനം നേരത്തെ തന്നെയുണ്ട്. ഈ പല്ലക്ക്, അതുപോലെ പെരുമ്പറ, അതിന് പിന്നാലെ മറ്റ് താളമേളങ്ങൾ, അതുപോലെ തന്നെ ഈ നൃത്തരൂപങ്ങൾ, ആന, അതൊക്കെ ഇതിന്റെ ഭാഗമായി ഇങ്ങനെ അണിനിരക്കും. അവരൊക്കെ ഇതിനൊപ്പം ചേർന്ന് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിയാണ് ഈ ഘോഷയാത്ര. വളരെ സാവധാനമാണ് നഗരത്തിലേക്ക് കടക്കുന്നത്. നഗരത്തിൽ കടന്ന് വിവിധ ഭാഗങ്ങളിലൂടെ ചുറ്റി ഈ ഓണത്തിന്റെ വിളംബരം, ഓണത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ട് തിരികെ ബോയ്സ് ഹൈസ്കൂളിൽ തന്നെ എത്തും. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന, തിരുവോണം വരെ നീണ്ടു നിൽക്കുന്ന പരിപാടി നേരത്തെയൊക്കെ വിപുലമായി നടത്തുന്നുണ്ടായിരുന്നു. ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷത്തിന്റെ പൊലിമ കുറച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണയും അതിന്റെ ആചാരത്തിന് ഒന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ നിശ്ചല ദൃശ്യങ്ങളും, അതുപോലെ തന്നെ ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്ന, അതിൻ്റെ ഏറ്റവും മുന്നിൽ അണിനിരക്കുന്ന അതിൻ്റെ വിവിധ കുടുംബശ്രീകൾ, സ്വയം സഹായ സംഘങ്ങൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ വിവിധ ബാൻഡ് സംഘങ്ങൾ, ചെണ്ടമേളങ്ങൾ. ഇപ്പോൾ ഇവിടെ നൃത്തരൂപങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ അർജുന നൃത്തം, മയൂര നൃത്തം, അങ്ങനെയൊക്കെ പറയുന്ന നമ്മളുടെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ കിട്ടുന്ന ഏക വേദി, 1-2 വേദികളാണ് അവർക്ക് ഒരു വർഷം കിട്ടുന്നത്. അതിലൊന്ന് ഈ അത്തച്ചമയ ഘോഷയാത്രയാണ്. അപ്പോൾ ആ ഘോഷയാത്രയിലാണ് അവരൊക്കെ അണിനിരക്കുന്നത്. അതുപോലെ തന്നെ കളരിപ്പയറ്റ്, തെയ്യം, വടക്കൻ കേരളത്തിൽ നിന്നുള്ള തെയ്യം, തിറ,
അതൊക്കെ ഇതിന്റെ ഭാഗമായി, ഈ ഘോഷയാത്രയുടെ ഭാഗമായി അവരുടെയൊക്കെ പെർഫോമൻസിലൂടെ നടക്കും. നേരത്തെ തന്നെ അവരെയൊക്കെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ അവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ മുണ്ടക്കൈ ചൂരൽമല അപകടം ഉണ്ടായത്. അപ്പോൾ വീണ്ടും അവരെയൊക്കെ ഒഴിവാക്കണമെന്നൊക്കെ ആലോചന നടന്നപ്പോൾ വേണ്ട, അവരൊക്കെ വരട്ടെ എന്ന് പിന്നെ തീരുമാനിക്കുകയും സർക്കാർ അതിന് അനുമതി നൽകുകയും ചെയ്തതാണ്. ഈ രാജഭരണകാലത്തെ ഓർമ്മകളൊക്കെ ഇതിലുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ജനകീയ സർക്കാർ അത് കുറെ വിപുലമായി ആളുകളോടൊക്കെ വലിയ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി ഇത് ഒരു ആഘോഷം എന്ന നിലയിൽ കൊണ്ടുപോവുകയാണ് കഴിഞ്ഞ കുറേ നാളുകളായി. സർക്കാരിന്റെ സാമ്പത്തിക സഹായവുമൊക്കെ, ടൂറിസം വകുപ്പിന്റെ ഒക്കെ സാമ്പത്തിക സഹായവുമൊക്കെ അതിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു ഓണത്തിന്റെ തുടക്കം, നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ അത്തം എന്ന് തൃപ്പൂണിത്തറയിലെ അത്തച്ചമയമാണ് നമ്മളുടെ മുന്നിലേക്ക്, നമ്മളുടെ ഓർമ്മകളിലേക്ക് ആദ്യം എത്തുന്നത്. അപ്പോൾ അത് തൃപ്പൂണിത്തറയിലോ കൊച്ചിയിലെയോ മാത്രം ആഘോഷമല്ല, അത് കേരളത്തിന് മുഴുവൻ ആഘോഷമായി അത്തച്ചമയം മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കേരളത്തിന്റെ ഓണാഘോഷത്തിന്റെ തുടക്കം കുറിക്കുന്ന ചടങ്ങാണെന്ന് നമുക്ക് നിശ്ചയമായും അതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 10 ദിവസം നമ്മളെ സംബന്ധിച്ച്, ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് ആഘോഷത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ്. നമുക്ക് സങ്കടങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മൾ അതിൽ നിന്നൊക്കെ പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നത് ഓണമൊക്കെ നമ്മളുടെ മുന്നിലുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയുടെ ഉത്സവം കൂടിയാണ്. നല്ല നാളുകൾ നമ്മളുടെ മുന്നിലുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, അത്തരം പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. അതുകൊണ്ട് നമ്മൾ എത്ര ദുരിതവും എത്ര കഷ്ടപ്പാടും എത്ര വേദനകളൊക്കെ ഉണ്ടെങ്കിലും അതിനെ മാറ്റിവെച്ച്, അതിനെ മറന്നൊക്കെ നമ്മൾ ഓണത്തെ വരവേൽക്കാറുണ്ട്. അതൊരു നമ്മളെല്ലാം മറന്ന് ആഘോഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അതിന് നമ്മളുടെ മനസ്സിൽ ഒരിടമുണ്ട്. ഓണത്തിന് ഒരു ഗൃഹാതുര സ്മരണകളുണ്ട്. അപ്പോൾ അതൊക്കെ ഉയർത്തിക്കൊണ്ട്, ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ SK ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്ന സമയത്ത് ഈ പല ഭാഗങ്ങളിൽ, ഇപ്പോൾ തൃപ്പൂണിത്തറയിലേക്കൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് കാണാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, ഇപ്പോൾ കണ്ടതാണ് പെരുമ്പറ. ആ പെരുമ്പറ മുഴക്കിയാണ് ഈ ഘോഷയാത്ര പോകുന്നത്. പെരുമ്പറ എന്നത് വിജയകുമാറാണ് തൃപ്പൂണിത്തുറ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ ഘോഷയാത്ര തുടങ്ങുകയാണ്. അതിൻ്റെ ഏറ്റവും മുമ്പിൽ നമ്മുടെ പ്രതിനിധി അനുജ രാജേഷ് ഉണ്ട്. അനുജ, അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെ ദൃശ്യങ്ങളാണ് കാണുന്നത്, എന്തൊക്കെ വിവരങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത്? SK അല്പസമയം മുൻപാണ് ഈ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. കൂടാതെ അത്തം പതാക ഉയർത്തൽ ചടങ്ങും നടന്നു. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഉദ്ഘാടനം ചെയ്തത് സ്പീക്കർ AN ഷംസീറാണ്. അദ്ദേഹം പറഞ്ഞത് മതസ്പർദ്ധയില്ലാത്തൊരു കേരളത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. വർഗീയതയും വിഭാഗീയതയും ഒന്നുമില്ലാത്തൊരു കേരളം, വേലിക്കെട്ടുകളില്ലാത്തൊരു കേരളം, അതാണ് വേണ്ടത്. വയനാട് ദുരന്തത്തിൽ അതിജീവിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ ഫ്രാൻസിസ് ജോർജ് MP ആണ് ഓണം പതാക ഉയർത്തിയത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന SK പറഞ്ഞതുപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ഈ ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഘോഷയാത്ര തുടങ്ങിയിരിക്കുന്നു. നമുക്ക് തുടക്കത്തിലൊക്കെ കാണാൻ കഴിയുന്നത് മാവേലിയും വാമനനും ഒക്കെ ഒരുമിച്ച് നീങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അത്തപ്പൂക്കളത്തിന്റെ മാതൃകയുമായി കൊച്ചു കുട്ടികളുണ്ട്. കൂടാതെ നമ്മളുടെ കലാരൂപങ്ങളുടെ മാതൃകകൾ, മോഹിനിയാട്ടത്തിന്റെ, അതുപോലെ പല നൃത്തരൂപങ്ങൾ ഒക്കെ, ആ വേഷങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടുള്ള കുട്ടികളെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അറിയാവുന്നതുപോലെ ഏതാണ്ട് 60ഓളം രൂപങ്ങൾ, കലാരൂപങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ ഈ ഇത്തവണത്തെ ഘോഷയാത്രയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ തനത് കലാരൂപങ്ങളാണ്, കേരളത്തിൻ്റെത് മാത്രമായിട്ടുള്ള നാടൻ കലാരൂപങ്ങളാണ്. ആചാര അനുഷ്ഠാനത്തിന്റെ ഭാഗമായുള്ള തെയ്യം, തിറ, അതുപോലെ കുമ്മാട്ടിക്കളിയൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. ഇതിൽ ഏറ്റവും ആദ്യത്തെ വരിയിൽ കുട്ടികളെ ആണ് കൂടുതലായി നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നാലെ മറ്റ് കലാരൂപങ്ങളുമൊക്കെയായി വരുന്നുണ്ട്. ഇത് നഗരം ചുറ്റിയുള്ളൊരു പ്രദക്ഷിണമാണ്. കെങ്കേമമായൊരു അത്തച്ചമയ ഘോഷയാത്ര അതിന് തുടക്കമായിരിക്കുന്നു. നമ്മൾ കേരളീയർ ഓണത്തിൻ്റെ ആ ഒരു വൈബിലേക്ക്, ഇപ്പോഴത്തെ പുതുതലമുറ ഭാഷയിൽ പറഞ്ഞാൽ ഓണത്തിൻ്റെ വൈബിലേക്ക് കടന്നിരിക്കുന്നു. നമ്മളെല്ലാവരും ഓണാഘോഷത്തിന് ഔദ്യോഗികമായി തന്നെ തുടക്കം കുറിക്കുന്നത് ഈ തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷത്തോടെയാണ്. ആ തരത്തിലേക്ക് നമ്മൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നു. ഈ നഗരം ചുറ്റിയുള്ള ഘോഷയാത്ര ഏതാണ്ട് മണിക്കൂറുകൾ നീളും. അതിനുശേഷം തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് തന്നെ ഘോഷയാത്ര എത്തിച്ചേരും. ഉച്ചയ്ക്ക് 2 മണിയോടെയൊക്കെ ആരും എത്തിച്ചേരുക. ഇടയ്ക്ക് മഴ ഭീഷണിയാകുമോ എന്നൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ മഴ തോർന്നു, ഇപ്പോൾ വെയിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാശങ്കയും ഇല്ലാതെ ആ തരത്തിലേക്ക് ഘോഷയാത്ര ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായ ക്രമം പാലിച്ചുകൊണ്ട്, ഇവർ അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് കൃത്യമായി ക്യൂ പാലിച്ച്, ആ ക്രമം പാലിച്ചുകൊണ്ട് ഇപ്പോൾ ശിവന്റെ വേഷധാരിയായ കലാരൂപങ്ങൾ അതെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ നിശ്ചല ദൃശ്യങ്ങൾ സമകാലീന വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാകും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഏറ്റവും പ്രധാനം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള അത്തച്ചമയ ഘോഷയാത്രയാണ് ഇക്കുറിയും നടക്കുന്നത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കൊക്കെ നിരോധനമുണ്ട്, ഫ്ലെക്സുകൾക്ക് നിരോധനമുണ്ട്. അങ്ങനെ നഗരസഭ അത് വളരെ കൃത്യമായ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ നടത്തുന്നു, വിപുലമായ രീതിയിൽ. അങ്ങനെ തൃപ്പൂണിത്തുറയുടെ രാജവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ടുള്ളൊരു അത്തച്ചമയ ഘോഷയാത്ര ഇപ്പോൾ നടക്കുന്നു. പലതരത്തിലുള്ള
കലാരൂപങ്ങൾ നമുക്ക് കാണാം. അതിൽ കുട്ടികളുടേതാണ്. ആദ്യം ഇവിടുത്തെ വിദ്യാർത്ഥികളൊക്കെയാണ് ഇതിൽ അണിനിരന്നിട്ടുള്ളത്. കൂടാതെ ആശാ വർക്കർമാരുണ്ട്, ഹെൽത്ത് മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അവരൊക്കെ പ്ലക്കാർഡിൽ ഒക്കെ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് മുലപ്പാൽ നൽകുന്നതിന്റെ പ്രാധാന്യം, അതുപോലെ പ്രതിരോധ കുത്തിവയ്പ് എടുക്കേണ്ടതിന്റെ പ്രാധാന്യം, അങ്ങനെയൊക്കെയുള്ള പ്ലക്കാർഡൊക്കെ എന്തി പോകുന്നതും അതെല്ലാം നമ്മൾ കണ്ടു. ഇപ്പോൾ ഘോഷയാത്ര തുടങ്ങിയിരിക്കുന്നു. അത് ബസ് സ്റ്റാൻഡും സ്റ്റാച്യു ജംഗ്ഷനും പൂർണ്ണത്രയീശ അമ്പലവും എല്ലാം കടന്ന് തിരികെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് സമാപ്തിയാകും. കൂടാതെ ഇന്ന് മുതൽ ഇവിടെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ വരുന്ന ഇന്ന് മുതൽ 9 നാളുകൾ ഉണ്ടാകും. കൂടാതെ എക്സിബിഷൻ, മേളകൾ ഇതൊക്കെയുണ്ട്. അവിടെ പൊതുജനങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ആസ്വദിക്കാനൊക്കെയുള്ള സംവിധാനമുണ്ട്. അങ്ങനെ തൃപ്പൂണിത്തുറ ഓണാഘോഷ ലഹരിയിൽ കേരളം ഒന്നാകെ ഓണാഘോഷത്തിൻ്റെ ലഹരിയിലേക്ക് മാറുകയാണ്. ഇക്കുറി നമ്മൾ വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ, അതിജീവിതരെ കൂടി ഓർത്തുകൊണ്ടുള്ളൊരു ഓണമാണ് ഇക്കുറി നമുക്കുള്ളത്. സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികളെല്ലാം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അത്തച്ചമയ ഘോഷയാത്ര നടത്തണം എന്നതിലേക്ക് തന്നെ സർക്കാർ എത്തിച്ചേരുന്നു. നഗരസഭ അത് നല്ല രീതിയിൽ തന്നെ, വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ അതിൻ്റെ ആലോചനയിലൊക്കെ ആയിരുന്നു. മുൻപ് രാജഭരണകാലത്തുണ്ടായിരുന്ന ഒരു ചടങ്ങ് അത് ഇപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായി ഈ ചിങ്ങം നാളിലെ അത്തത്തിന് ഈ തരത്തിലേക്ക് നടത്തുമ്പോൾ ഓണ വിളംബര ഘോഷയാത്രയായി മാറുന്നു. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം. ഈ ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത് കരിങ്ങാച്ചിറ കത്തനാർ, അതുപോലെ നെട്ടൂർ തങ്ങൾ, ചെമ്പിലരയൻ എന്നിവർ ചേർന്നുകൊണ്ടാണ്. അത് തന്നെയാണ് SKN ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. ഓണം എന്നുള്ളത് എല്ലാവരുടെയും ഉത്സവമാണ്. അനുജ രാജേഷാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. നാടും നഗരവും തൃപ്പൂണിത്തുറയിൽ ഉണർന്നു കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ഈ ഘോഷയാത്ര സാക്ഷ്യം വഹിക്കാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും മഴയും മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇപ്പോഴും ഉണ്ട്. ഘോഷയാത്ര പൊടി പൊടിക്കുന്നു.